24/5/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ എന്ത് കേൾപ്പിക്കുന്നുവോ അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിയണം. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് സൂര്യവംശി കുലത്തിൽ ഉയർന്ന പദവി നേടുവാനാണ്. അപ്പോൾ ധാരണയും ചെയ്യേണ്ടതുണ്ട്. ചോദ്യം: സദാ റിഫ്രഷ് ആയിരിക്കാനുള്ള ഉപാധി എന്താണ്? ഉത്തരം: ഇതുപോലെ ചൂടുള്ളപ്പോൾ ഫാൻ ചലിക്കുന്നുവെങ്കിൽ അത് റിഫ്രഷ് ആക്കുന്നു. അതേപോലെ സദാ സ്വദർശന ചക്രം തിരിച്ചുകൊണ്ടിരിക്കൂ, എങ്കിൽ റിഫ്രഷ് ആകും. കുട്ടികൾ ചോദിക്കുന്നു, സ്വദർശന ചക്രധാരി ആകുന്നതിന് എത്ര സമയമെടുക്കുന്നു? ബാബു പറയുന്നു, കുട്ടികളെ, 1 സെക്കൻഡ്. കുട്ടികളായ നിങ്ങൾക്ക് തീർച്ചയായും സ്വദർശന ചക്രധാരി ആകേണ്ടതുണ്ട്. കാരണം ഇതിലൂടെ തന്നെയാണ് നിങ്ങൾ ചക്രവർത്തി രാജാവാകുന്നത്. സ്വദർശന ചക്രം തിരിക്കുന്നവർ സൂര്യവംശി ആകുന്നു. ഓം ശാന്തി. ഫാനും കറങ്ങുന്നു, എല്ലാവരെയും റിഫ്രഷ് ആക്കുന്നു. നിങ്ങളും സ്വദർശന ചക്രധാരിയായി ഇരിക്കുകയാണെങ്കിൽ വളരെയധികം റിഫ്രഷ് ആകുന്നു. സ്വദർശന ചക്രധാരിയുടെ അർത്ഥവും ആരും അറിയുന്നില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം. മനസ്സിലാക്കുന്നില്ലെങ്കിൽ ചക്രവർത്തി രാജാവ് ആവുകയില്ല. സ്വദർശന ചക്രധാരിക്ക് ഈ നിശ്ചയം ഉണ്ടായിരിക്കും, നമ്മൾ ചക്രവർത്തി രാജാവാകുന്നതിനായി സ്വദർശന ചക്രധാരി ആയിരിക്കുന്നു. ശ്രീകൃഷ്ണനും ചക്രം കാണിക്കുന്നു. ലക്ഷ്മി നാരായണന് കമ്പൈൻഡായും നൽകുന്നു, ഒറ്റയ്ക്കും നൽകുന്നു. സ്വദർശന ചക്രത്തെയും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ തന്നെയാണ് ചക്രവർത്തി രാജാവാകുന്നത്. കാര്യം വളരെ സഹജമാണ്. കുട്ടികൾ ചോദിക്കുന്നു, ബാബ, സ്വദർശന ചക്രധാരി ആകുന്നതിന് എത്ര സമയം എടുക്കും? കുട്ടികളെ, 1 സെക്കൻഡ്. പിന്നെ നിങ്ങൾ വിഷ്ണുവംശി ആകുന്നു. ദേവതമാരെ വിഷ്ണുവംശി എന്നാണ് പറയുക. വിഷ്ണുവംശി ആകുന്നതിനായി ആദ്യം ശിവവംശി ആകേണ്ടി വരും. പിന്നെ ബാബയിരുന്ന് സൂര്യവംശിയാക്കുന്നു. വാക്ക് വളരെ സഹജമാണ്. നമ്മൾ പുതിയ വിശ്വത്തിൽ സൂര്യവംശിയാകുന്നു. നമ്മൾ പുതിയ ലോകത്തിൻ്റെ അധികാരിയും ചക്രവർത്തിയും ആകുന്നു. സ്വദർശന ചക്രധാരി തന്നെ വിഷ്ണു വംശിയാകുന്നതിന് 1 സെക്കൻഡ് എടുക്കുന്നു. ആക്കുന്നവൻ ശിവബാബയാണ്. ശിവബാബ വിഷ്ണു വംശിയാക്കുന്നു. മറ്റാർക്കും ആക്കുവാൻ സാധിക്കില്ല. ഇത് കുട്ടികൾക്കറിയാം. വിഷ്ണുവംശി ഉണ്ടാകുന്നത് സത്യയുഗത്തിലാണ്, ഇവിടെയല്ല. ഇവിടെ വിഷ്ണുവംശി ആകുന്നതിനുള്ള യുഗമാണ്. നിങ്ങളിവിടെ വരുന്നത് തന്നെ വിഷ്ണുവംശത്തിൽ വരുന്നതിന് വേണ്ടിയാണ്. അതിനെ സൂര്യവംശി എന്ന് പറയുന്നു. ജ്ഞാന സൂര്യവംശി എന്ന വാക്ക് വളരെ നല്ലതാണ്. വിഷ്ണു സത്യയുഗത്തിൻ്റെ അധികാരിയായിരുന്നു. അതിൽ ലക്ഷ്മി നാരായണൻ 2 പേരുമുണ്ട്. ഇവിടെ കുട്ടികൾ വന്നിരിക്കുകയാണ് ലക്ഷ്മി നാരായണൻ അഥവാ വിഷ്ണുവംശി ആകുന്നതിനായി. ഇതിൽ സന്തോഷവും വളരെയധികം ഉണ്ടാകുന്നു. പുതിയ ലോകത്തിൽ, പുതിയ വിശ്വത്തിൽ, ഗോൾഡൻ ഏജായ വിശ്വത്തിൽ വിഷ്ണുവംശിയാകണം. ഇതിനേക്കാൾ ഉയർന്ന പദവി മറ്റൊന്നില്ല. ഇതിൽ വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. എക്സിബിഷനിൽ നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ എയിം ഒബ്ജക്റ്റ് തന്നെ ഇതാണ്. പറയൂ, ഇത് വളരെ വലിയ യൂണിവേഴ്സിറ്റിയാണ്. ഇതിനെ പറയുന്നത് ആത്മീയ സ്പിരിച്വൽ യൂണിവേഴ്സിറ്റി എന്നാണ്. എയിം ഒബ്ജക്റ്റ് ഈ ചിത്രത്തിലുണ്ട്. കുട്ടികൾ ഇത് ബുദ്ധിയിൽ വെക്കേണ്ടതാണ്. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് 1 സെക്കൻഡ് എടുക്കും വിധത്തിൽ എങ്ങനെ എഴുതാം? നിങ്ങൾക്ക് തന്നെയാണ് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്. അതിലും എഴുതിയിട്ടുണ്ട്, നമ്മൾ തീർച്ചയായും വിഷ്ണുവംശി ദേവീ ദേവത ആയിരുന്നു. അതായത് ദേവീ ദേവത കുലത്തിലേതായിരുന്നു. സ്വർഗത്തിൻ്റെ അധികാരിയായിരുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മധുരമധുരമായ കുട്ടികളെ, ഭാരതത്തിൽ നിങ്ങൾ ഇന്നേക്ക് 5000 വർഷം മുമ്പ് സൂര്യവംശി ദേവീ ദേവതയായിരുന്നു. കുട്ടികൾക്ക് ഇപ്പോൾ ബുദ്ധിയിൽ വന്നു. ശിവബാബ കുട്ടികളോട് പറയുന്നു, ഹേ കുട്ടികളെ, നിങ്ങൾ സത്യയുഗത്തിൽ സൂര്യവംശിയായിരുന്നു.
ശിവബാബ വന്നിരുന്നു സൂര്യവംശി കുലം സ്ഥാപിക്കുന്നതിനായി. തീർച്ചയായും ഭാരതം സ്വർഗമായിരുന്നു. ഈ പൂജ്യരാണ് ഉണ്ടായിരുന്നത്. പൂജാരിമാരാരും ഉണ്ടായിരുന്നില്ല. പൂജയുടെ ഒരു സാമഗ്രിയും ഉണ്ടായിരുന്നില്ല. ഈ ശാസ്ത്രങ്ങളിൽ തന്നെയാണ് പൂജയുടെ സമ്പ്രദായങ്ങളും മറ്റും എഴുതപ്പെട്ടിരിക്കുന്നത്. ഇതാണ് സാമഗ്രി. പരിധിയില്ലാത്ത പിതാവായ ശിവബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. ആ ഒന്നിനെ വൃക്ഷപതി അഥവാ ബൃഹസ്പതി എന്ന് പറയുന്നു. ബൃഹസ്പതി ദശ ഉയർന്നതിലും ഉയർന്നതാണ്. വൃക്ഷപതി നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ പൂജ്യ ദേവീ ദേവതയായിരുന്നു, പിന്നെ പൂജാരിയായിരിക്കുന്നു. നിർവികാരിയായിരുന്ന ദേവതമാർ പിന്നെ എവിടെ പോയി? തീർച്ചയായും പുനർജന്മം എടുത്തെടുത്ത് താഴെ ഇറങ്ങും. അപ്പോൾ ഓരോരോ വാക്കും നോട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. മനസ്സിലോ അതോ പേപ്പറിലോ? ഇത് ആരാണ് മനസ്സിലാക്കിക്കുന്നത്? ശിവബാബ. ആ ഒന്ന് സ്വർഗം രചിക്കുന്നു. ശിവബാബ തന്നെയാണ് കുട്ടികൾക്ക് സ്വർഗത്തിൻ്റെ സമ്പത്ത് നൽകുന്നത്. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും നൽകുവാൻ സാധിക്കില്ല. ലൗകിക പിതാവാണെങ്കിൽ ദേഹധാരിയാണ്. നിങ്ങൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പാരലൗകിക പിതാവിനെ ഓർമ്മിക്കുന്നു. ബാബ. അപ്പോൾ ബാബ റെസ്പോൺസ് ചെയ്യുന്നു, ഹേ കുട്ടികളെ. അപ്പോൾ പരിധിയില്ലാത്ത പിതാവായല്ലോ. കുട്ടികളെ, നിങ്ങൾ സൂര്യവംശിയും ദേവീ ദേവതയും ആയ പൂജ്യരായിരുന്നു. പിന്നെ നിങ്ങൾ പൂജാരിയായി. ഇത് രാവണൻ്റെ രാജ്യമാണ്. ഓരോ വർഷവും രാവണനെ കത്തിക്കുന്നു, എന്നിട്ടും മരിക്കുന്നതേയില്ല. 12 മാസത്തിന് ശേഷം വീണ്ടും രാവണനെ കത്തിക്കും. അതായത് തെളിയിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ രാവണ സമ്പ്രദായത്തിലേതാണ്. രാവണൻ്റെ, അതായത് 5 വികാരങ്ങളുടെ രാജ്യം നിലനിൽക്കുന്നു. സത്യയുഗത്തിൽ എല്ലാവരും ശ്രേഷ്ഠാചാരിയായിരുന്നു. ഇപ്പോൾ കലിയുഗം പഴയ ഭ്രഷ്ടാചാരി ലോകമാണ്. ഈ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പ്രജാപിത ബ്രഹ്മവംശി സംഗമയുഗത്തിൽ ഇരിക്കുകയാണ്. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് നമ്മൾ ബ്രാഹ്മണരാണ്. ഇപ്പോൾ ശൂദ്രകുലത്തിലേതല്ല. ഈ സമയത്ത് തന്നെയാണ് ആസുരീയ രാജ്യം. ബാബയോട് പറയുന്നു, ഹേ ദുഃഖഹർത്ത സുഖകർത്ത. ഇപ്പോൾ സുഖം എവിടെയാണുള്ളത്? സത്യയുഗത്തിൽ. ദുഃഖം എവിടെയാണുള്ളത്? ദുഃഖം കലിയുഗത്തിലാണുള്ളത്. ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവൻ ശിവ് ബാബ തന്നെയാണ്. ആ ഒന്ന് സമ്പത്ത് നൽകുന്നത് തന്നെ സുഖത്തിൻ്റെതാണ്. സത്യയുഗത്തെ സുഖധാമം എന്ന് പറയുന്നു. അവിടെ ദുഃഖത്തിൻ്റെ നാമമേ ഇല്ല. നിങ്ങളുടെ ആയുസ്സും വലുതായിരിക്കും. കരയേണ്ട ആവശ്യമില്ല. സമയമാകുമ്പോൾ പഴയ തോൽ ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നു. ഇപ്പോൾ ശരീരം വൃദ്ധാവസ്ഥയിലായി എന്ന് മനസ്സിലാക്കുന്നു. ആദ്യം കുട്ടി സദോഗുണിയായിരിക്കും. അതിനാൽ കുട്ടികളെ ബ്രഹ്മജ്ഞാനിയേക്കാൾ ഉയർന്നതായി കരുതുന്നു. കാരണം അവരാണെങ്കിൽ ഏതായാലും വികാരി ഗ്രസ്തിയിൽ നിന്നാണ് സന്യാസിയാകുന്നത്. അപ്പോൾ അവർക്ക് എല്ലാ വികാരങ്ങളെക്കുറിച്ചും അറിയാം. ചെറിയ കുട്ടികൾക്ക് ഈ അറിവേയില്ല. ഈ സമയം മുഴുവൻ ലോകത്തിലും രാവണ രാജ്യമാണ്, ഭ്രഷ്ടാചാരി രാജ്യമാണ്. ശ്രേഷ്ഠാചാരി ദേവീ ദേവന്മാരുടെ രാജ്യം സത്യയുഗത്തിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. വീണ്ടും ഹിസ്റ്ററി റിപ്പീറ്റ് ആകും. ശ്രേഷ്ഠാചാരി ആരാണാക്കുക? ഇവിടെയാണെങ്കിൽ ഒരാൾ പോലും ശ്രേഷ്ഠാചാരിയല്ല. ഇതിൽ വളരെയധികം ബുദ്ധി ആവശ്യമാണ്. ഇത് പാരസ് ബുദ്ധി ആകുന്നതിൻ്റെ യുഗമാണ്. ബാബ വന്ന് കല്ല് ബുദ്ധിയിൽ നിന്നും പാരസ് ബുദ്ധിയാക്കുന്നു. നല്ല കൂട്ടുകെട്ട് അക്കരെ എത്തിക്കും, മോശമായ കൂട്ടുകെട്ട് മുക്കിത്താഴ്ത്തും എന്ന് പറയാറുണ്ട്. സത്യമായ ബാബയല്ലാതെ ബാക്കി ലോകത്തിലുള്ളത് മോശമായ കൂട്ടുകെട്ടാണ്. ബാബ പറയുന്നു, ഞാൻ സമ്പൂർണ്ണ നിർവികാരിയാക്കിയ ശേഷം പോകുന്നു. പിന്നെ സമ്പൂർണ്ണ വികാരി ആക്കുന്നതാരാണ്? പറയുന്നു, നമുക്കെന്തറിയാം? നിർവികാരി ആരാണാക്കുന്നത്?
തീർച്ചയായും ബാബ തന്നെയാണ് ആക്കുന്നത്. വികാരി ആരാക്കുന്നു? ഇതാർക്കും അറിയില്ല. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. മനുഷ്യർ ഒന്നും അറിയുന്നില്ല. രാവണ രാജ്യമാണല്ലോ. ആരുടെയെങ്കിലും പിതാവ് മരിച്ചു പോവുകയാണെങ്കിൽ ചോദിക്കൂ, എവിടെ പോയി? സ്വർഗവാസിയായി എന്ന് പറയും. ശരി, എങ്കിൽ ഇതിൻ്റെ അർത്ഥം നരകത്തിലായിരുന്നു എന്നാണല്ലോ. അപ്പോൾ നിങ്ങളും നരകവാസിയാണല്ലോ. എത്ര സഹജമായി മനസ്സിലാക്കിക്കേണ്ട കാര്യമാണ്. സ്വയം ആരും തന്നെ നരകവാസിയായി മനസ്സിലാക്കുന്നില്ല. നരകത്തെ വേശ്യാലയമെന്നും സ്വർഗത്തെ ശിവാലയം എന്നും പറയുന്നു. ഇന്നേക്ക് 5000 വർഷം മുമ്പ് ഈ ദേവീദേവന്മാരുടെ രാജ്യമുണ്ടായിരുന്നു. നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയും മഹാരാജാവും മഹാറാണിയുമായിരുന്നു. പിന്നെ പുനർജന്മം എടുക്കേണ്ടി വരും. പുനർജന്മം ഏറ്റവും കൂടുതൽ നിങ്ങളാണ് എടുത്തത്. ഇതിനെക്കുറിച്ച് തന്നെയാണ് മഹിമയുള്ളത്. ആത്മാക്കളും പരമാത്മാവും വളരെ കാലം വേർപിരിഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ആദ്യ സനാതന ദേവീദേവതാ ധർമ്മത്തിലുള്ള നിങ്ങൾ തന്നെയാണ് വന്നത്. പിന്നെ 84 ജന്മങ്ങൾ എടുത്ത് പതീതമായി. ഇപ്പോൾ വീണ്ടും പാവനം ആകേണ്ടതുണ്ട്. പതീത പാവന വരൂ എന്ന് വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. ഒരേ ഒരു സദ്ഗുരുവായ സുപ്രീം വന്ന് പാവനമാക്കുന്നു. സ്വയം പറയുന്നു, ഇദ്ദേഹത്തിലിരുന്ന് ഞാൻ നിങ്ങളെ പാവനമാക്കുന്നു. പിന്നെ 84 ലക്ഷം സ്പീഷീസ് ഒന്നുമില്ല, 84 ജന്മമുണ്ട്. ഈ ലക്ഷ്മി നാരായണൻ്റെ പ്രജകൾ സത്യയുഗത്തിലുണ്ടായിരുന്നു, ഇപ്പോഴില്ല. എവിടെ പോയി? അവർക്കും 84 ജന്മം എടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യ നമ്പറിൽ വരുന്നത് പൂർണ്ണമായും 84 ജന്മങ്ങൾ എടുക്കുന്നവർ തന്നെയാണ്. അപ്പോൾ പിന്നെ ആദ്യം അവരാണ് പോകേണ്ടത്. ദേവി ദേവതമാരുടെ വേൾഡിൻ്റെ ഹിസ്റ്ററി റിപ്പീറ്റ് ആകുന്നു. സൂര്യവംശി ചന്ദ്രവംശി രാജ്യം റിപ്പീറ്റ് ആകണം. ബാബ നിങ്ങളെ യോഗ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പറയുന്നു, നമ്മൾ വന്നിരിക്കുകയാണ് ഈ പാഠശാലയിൽ അഥവാ യൂണിവേഴ്സിറ്റിയിൽ. ഇവിടെ നമ്മൾ നരനിൽ നിന്നും നാരായണനാകുന്നു. നമ്മുടെ എയിം ഒബ്ജക്റ്റ് ഇതാണ്. ആര് നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യുമോ അവർ തന്നെയാണ് പാസ്സാകുന്നത്. ആര് പുരുഷാർത്ഥം ചെയ്യുന്നില്ലയോ അപ്പോൾ പ്രജയിൽ ചിലർ വളരെ ധനികരാകുന്നു, ചിലർ കുറവും. ഇത് രാജധാനി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മൾ ശ്രീമത്തിലൂടെ ശ്രേഷ്ഠമായി കൊണ്ടിരിക്കുന്നു. ശ്രീ ശ്രീ ശിവ് ബാബയുടെ മതത്തിലൂടെ ശ്രീ ലക്ഷ്മി നാരായണൻ അഥവാ ദേവി ദേവതയാകുന്നു. ശ്രീ എന്നാൽ ശ്രേഷ്ഠം. ഇപ്പോൾ ആരെയും ശ്രീ എന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ ഇവിടെയാണെങ്കിൽ ആര് വന്നുവോ സർവരെയും ശ്രീ എന്ന് പറയും. ശ്രീ ഇന്നയാൾ എന്നെല്ലാം. ഇപ്പോൾ ശ്രേഷ്ഠം ദേവി ദേവന്മാരല്ലാതെ മറ്റാർക്കും ആകുവാൻ സാധിക്കില്ല. ഭാരതം ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായിരുന്നു. രാവണ രാജ്യത്തിൽ ഭാരതത്തിൻ്റെ മഹിമ തന്നെ ഇല്ലാതാക്കി. ഭാരതത്തിന് വളരെയധികം മഹിമയുമുണ്ട്, അപ്പോൾ നിന്ദയും വളരെയധികമുണ്ട്. ഭാരതം തീർത്തും സമ്പന്നമായിരുന്നു, ഇപ്പോൾ തീർത്തും ദരിദ്രമായിരിക്കുന്നു. ദേവതമാരുടെ മുന്നിൽ പോയി അവരുടെ മഹിമ പാടുന്നു. നിർഗുണമായ നമ്മളിൽ ഒരു ഗുണവുമില്ല. ദേവതമാരോട് പറയുന്നു, പക്ഷേ അവർ ദയാഹൃദയരൊന്നും ആയിരുന്നില്ല. ദയാഹൃദയൻ എന്ന് ഒന്നിനെ തന്നെയാണ് പറയുന്നത്. ആ ഒന്ന് മനുഷ്യനിൽ നിന്നും ദേവതയാക്കുന്നു. ഇപ്പോൾ അത് നിങ്ങളുടെ പിതാവുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. ഗ്യാരണ്ടി ചെയ്യുന്നു, എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിലെ പാപം ഭസ്മമാകും, കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് പുതിയ ലോകത്തിൽ പോകേണ്ടതുണ്ട്. ഇത് 5000 വർഷത്തിൻ്റെ ചക്രമാണ്. പുതിയ ലോകം ഉണ്ടായിരുന്നു, അത് വീണ്ടും തീർച്ചയായും ഉണ്ടാകും. ലോകം പതീതമാകും, പിന്നെ ബാബ വന്ന് പാവനമാക്കും. ബാബ പറയുന്നു, പതീതമാക്കുന്നത് രാവണനാണ്, ഞാൻ പാവനമാക്കുന്നു. പിന്നെ ഇതാണെങ്കിൽ പാവകളുടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെയാണ്. രാവണന് 10 തല എന്തുകൊണ്ട് നൽകുന്നു എന്നത് അവർക്കറിയില്ല. വിഷ്ണുവിനും 4 ഭുജങ്ങൾ നൽകുന്നു.
എന്നാൽ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും ഉണ്ടായിരിക്കുന്നില്ല. അഥവാ 4 കൈകളുള്ള മനുഷ്യൻ ഉണ്ടായിരുന്നുവെങ്കിൽ അവരിലൂടെ ജനിക്കുന്ന കുട്ടികളും അങ്ങനെയായിരിക്കേണ്ടതാണ്. ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും 2 കൈയാണുള്ളത്. ഒന്നും അറിയുന്നില്ല. ഭക്തിമാർഗത്തിലെ ശാസ്ത്രങ്ങൾ മനഃപാഠമാക്കുന്നു. അവർക്കും എത്ര ഫോളോവേഴ്സ് ഉണ്ടാകുന്നു! അത്ഭുതമാണ്. ഈ ബാബയാണെങ്കിൽ ജ്ഞാനത്തിൻ്റെ അതോറിറ്റിയാണ്. ഏതെങ്കിലും മനുഷ്യൻ ജ്ഞാനത്തിൻ്റെ അതോറിറ്റി ആവുക സാധ്യമല്ല. ജ്ഞാനത്തിൻ്റെ സാഗരം എന്ന് നിങ്ങൾ എന്നെ പറയുന്നു. ഓൾമൈറ്റി അതോറിറ്റി. ഇത് ബാബയുടെ മഹിമയാണ്. നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നു. അപ്പോൾ ബാബയിൽ നിന്നും ശക്തിയെടുക്കുന്നു. അതിലൂടെ വിശ്വത്തിൻ്റെ അധികാരിയായി മാറുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മളിൽ വളരെയധികം ശക്തി ഉണ്ടായിരുന്നു. നമ്മൾ നിർവികാരിയായിരുന്നു. മുഴുവൻ വിശ്വത്തിലും ഒറ്റയ്ക്ക് രാജ്യം ഭരിച്ചിരുന്നു. അപ്പോൾ ഓൾമൈറ്റി എന്ന് പറയുമല്ലോ. ഈ ലക്ഷ്മി നാരായണൻ മുഴുവൻ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. ഈ മൈറ്റ് അവർക്ക് എവിടെ നിന്നും ലഭിച്ചു? ബാബയിൽ നിന്ന്. ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണല്ലോ. എത്ര സഹജമായി മനസ്സിലാക്കിച്ചു തരുന്നു. ഈ 84ൻ്റെ ചക്രത്തെ മനസ്സിലാക്കുന്നത് സഹജമാണല്ലോ. അതിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് ചക്രവർത്തി പദവി ലഭിക്കുന്നത്. പതിതർക്ക് വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവി ലഭിക്കുക സാധ്യമല്ല. പതിതർ അവരുടെ മുന്നിൽ കുനിയുന്നു. നമ്മൾ ഭക്തരാണ് എന്ന് മനസ്സിലാക്കുന്നു. പാവനമായവരുടെ മുന്നിൽ ശിരസ് കുനിക്കുന്നു. ഭക്തിമാർഗവും പകുതി കൽപ്പം നടക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഭഗവാനെ ലഭിച്ചു. ഭഗവാൻ വാച, ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. ഭക്തിയുടെ ഫലം നൽകുവാൻ വന്നിരിക്കുന്നു. ഭഗവാൻ ഏതെങ്കിലും രൂപത്തിൽ വരും എന്ന് പാടുകയും ചെയ്യുന്നു. ബാബ പറയുന്നു, ഞാൻ ഏതെങ്കിലും കാളവണ്ടിയിലോ മറ്റോ വരികയൊന്നുമില്ല. ആരാണോ ഉയർന്നതിലും ഉയർന്നതായിരുന്നത്, പിന്നെ 84 ജന്മങ്ങൾ പൂർത്തിയാക്കിയത്, അദ്ദേഹത്തിൽ തന്നെയാണ് വരുന്നത്. ഉത്തമ പുരുഷൻ ഉള്ളത് സത്യയുഗത്തിലാണ്. കലിയുഗത്തിലുള്ളത് കനിഷ്ഠവും തമോ പ്രധാനവുമാണ്. ഇപ്പോൾ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമാകുന്നു. ബാബ വന്ന് തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമാക്കുന്നു. ഇത് കളിയാണ്. ഇതിനെ അഥവാ മനസ്സിലാക്കുകയില്ലെങ്കിൽ സ്വർഗത്തിൽ ഒരിക്കലും വരികയില്ല. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ഒരു ബാബയുടെ സംഘത്തിലൂടെ സ്വയം തന്നെ പാരസ് ബുദ്ധിയാക്കണം. സമ്പൂർണ്ണ നിർവികാരിയാകണം. മോശമായ കൂട്ടുകെട്ടിൽ നിന്നും അകന്നിരിക്കണം. സദാ ഈ സന്തോഷത്തിലിരിക്കണം. നമ്മൾ സ്വദർശന ചക്രധാരി തന്നെയാണ്. പുതിയ ലോകത്തിൻ്റെ അധികാരിയും ചക്രവർത്തിയും ആകുന്നത്. ശിവ് ബാബ വന്നിരിക്കുകയാണ് നമ്മളെ ജ്ഞാന സൂര്യവംശി ആക്കുന്നതിനായി. നമ്മുടെ ലക്ഷ്യം തന്നെ ഇതാണ്. വരദാനം. വിഘ്നങ്ങളെ മനോരഞ്ജനത്തിൻ്റെ കളിയായി മനസ്സിലാക്കി മറികടക്കുന്ന നിർവിഘ്നവും വിജയിയുമായി ഭവിക്കട്ടെ. വിഘ്നം വരുന്നത് നല്ല കാര്യമാണ്. എന്നാൽ വിഘ്നം തോൽപ്പിക്കരുത്. വിഘ്നം വരുന്നത് തന്നെ ശക്തരാക്കുന്നതിനു വേണ്ടിയാണ്. അതിനാൽ വിഘ്നങ്ങളെ ഭയപ്പെടുന്നതിന് പകരം അവയെ മനോരഞ്ജനത്തിൻ്റെ കളിയായി മനസ്സിലാക്കി മറികടക്കൂ. അപ്പോൾ നിർവിഘ്ന വിജയി എന്ന് പറയും. എപ്പോഴാണോ സർവശക്തിവാനായ ബാബയുടെ കൂട്ടുള്ളത്, അപ്പോൾ ഭയപ്പെടുന്നതിൻ്റെ കാര്യമേ ഇല്ല. കേവലം ബാബയുടെ ഓർമ്മയിലും സേവനത്തിലും ബിസിയായിരിക്കൂ. അപ്പോൾ നിർവിഘ്നമായിരിക്കും. എപ്പോഴാണോ ബുദ്ധി ഫ്രീ ആകുന്നത്, അപ്പോൾ വിഘ്നവും മായയും വരുന്നു. ബിസിയായിരിക്കൂ എങ്കിൽ മായയും വിഘ്നവും അകന്നു മാറും. സ്ലോഗൻ. സുഖത്തിൻ്റെ കണക്കിനെ ശേഖരിക്കുന്നതിനായി മര്യാദാപൂർവം ഹൃദയപൂർവം എല്ലാവർക്കും സുഖം നൽകൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം.
സമയത്തിൻ്റെ വിശേഷ മഹത്വം ബുദ്ധിയിൽ ഉറപ്പിച്ച് ഞാൻ ഒരു സെക്കൻഡിൽ അശരീരി ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി അശരീരി അവസ്ഥയിൽ ഞാൻ ശബ്ദത്തിനുപരി വേറിട്ട അവസ്ഥ അനുഭവിക്കുന്നു. മുക്തിധാമത്തിൽ നിന്നും കർമ്മക്ഷേത്രത്തിൽ വന്നതും അശരീരി ആയി തന്നെ സദ്ഗുരുവായ ബാബയോടൊപ്പം മുക്തിധാമത്തിലേക്ക് ഈ കൽപ്പാന്ത്യത്തിൽ മടങ്ങേണ്ടതും അശരീരി ആയി തന്നെ. ദേഹവും ദേഹത്തിൻ്റെ ദേശവും മറന്ന് ഒരു സെക്കൻഡിൽ ഞാൻ അശരീരി ആത്മാവായി പരംധാം നിവാസിയാകുന്നു. ഓൾമൈറ്റി അതോറിറ്റിയായ ബാബയുടെ ഏകസ്മൃതിയിൽ യോഗയുക്തമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. മറ്റൊരു സങ്കല്പവുമില്ലാതെ ഈ അവസ്ഥയിൽ സൈലൻസിൻ്റെ ശക്തി ഞാൻ ശേഖരിക്കുന്നു. സർവബന്ധനമുക്ത സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. ഈ അശരീരി അവസ്ഥയിൽ സർവപ്രകാരത്തിലുള്ള ഉദാസീനതകളും വിഷമതകളും അകലുന്നു. പരമാത്മാ സ്മൃതിയിൽ എൻ്റെ മനസ്സ് യോജിച്ചിരിക്കുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ മസ്തകത്തിലെ ആത്മസിംഹാസനത്തിലേക്ക് കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവായി സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ പ്രഭു പ്രീതിയുടെ ആത്മീയ ഈണത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സ് സന്തോഷത്താൽ നൃത്തമാടുന്നു.
ഈ സന്തോഷത്തിൻ്റെ അലകൾ ഞാൻ മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിപ്പിക്കുന്നു.